ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നിത്യജീവിതത്തിൽ ചില ദിവസങ്ങളൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ പറയാറുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആരെങ്കിലും കണി കണ്ടാൽ ഇന്നത്തെ ദിവസം പോക്കാണ്, ഇന്ന് അവരെ കണി കണ്ടതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആകെ ഇന്നെല്ലാം ഒന്നും പോസിറ്റീവായിട്ട് സംഭവിക്കില്ല, എല്ലാം ഇന്ന് പോക്കായിരിക്കും എന്നുള്ള തരത്തിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ. വാസ്തവത്തിൽ നമ്മളിങ്ങനെ പറയുന്ന നിമിഷം മുതൽ നമ്മുടെ ബ്രെയിൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ബ്രെയിൻ ആ നിമിഷം മുതൽ നമ്മുടെ ആ ചിന്തയ്ക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ആ ദിവസം പോക്കാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മുഴുവൻ മോശമാകുന്ന തരത്തിലുള്ള കാര്യങ്ങളെ നമുക്ക് കാണിച്ചു തരാനായിട്ട് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. ഇത് ബ്രെയിനിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ ചിന്തയ്ക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ ബ്രെയിൻ സെർച്ച് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു തരുന്ന മുഴുവനും എന്തായിരിക്കും? അന്നത്തെ ദിവസം പോക്കാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതുപോലെ നമ്മളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അന്നത്തെ ദിവസം മുഴുവൻ സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുക, നമ്മൾ നേരിടേണ്ടി വരിക. ഇതെല്ലാം തന്നെ നമ്മുടെ ജോലിസ്ഥലത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ചുറ്റുവട്ടത്താണെങ്കിലും നമ്മൾ ഇടപെടുന്ന മേഖലകളിലും കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ സംഭവങ്ങളോ ഒക്കെ കടന്നു വരാനായിട്ട് തുടങ്ങുമെന്നുള്ളതാണ്. ഇത് സംഭവിച്ച് വാസ്തവത്തിൽ കണി കണ്ട വ്യക്തിയുടെ പ്രോബ്ലമല്ല, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയല്ല. പ്രശ്നങ്ങൾ മുഴുവൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതായിത്തീരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ്. നമുക്ക് വേണ്ടി ബ്രെയിൻ നമ്മുടെ ചിന്തയ്ക്ക് അനുസരിച്ചിട്ട് ബ്രെയിൻ സെർച്ച് ചെയ്യാൻ ആരംഭിക്കുന്നു, അതിനു വേണ്ടുന്ന കാര്യങ്ങളെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് സൈക്കോളജിയിൽ ഇതിന് പറയുന്ന കൺഫർമേഷൻ ബയാസ് എന്നാണ് ഈ ഒരു പ്രതിഭാസത്തെ പറയുന്നത്, ഈ ഒരു പ്രക്രിയയെ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബ്രെയിനെ രണ്ട് തരത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ നെഗറ്റീവായ ചിന്തകൾക്ക് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും നമ്മളിലേക്ക് വരുന്നത്. ഓക്കെ, ശരിയല്ലേ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ വരുന്ന മുഴുവൻ അങ്ങനെ ആയിരിക്കും. എന്നാൽ ഇതിനെ ഓപ്പോസിറ്റ് ആക്കിക്കൊണ്ട് നമ്മുടെ ബ്രെയിനെ നമുക്ക് പോസിറ്റീവായ രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും.